അമ്മ പൂക്കൾ അടർന്നപ്പോൾ മകന്റെ ദുർഗന്ധം. സ്നേഹമുള്ള DCL കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുവാനിടയായി. ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിതതാണെന്ന് കണ്ടാൽ മനസ്സിലാകും. വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും. അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുന്ന എല്ലാവരും തൂവാല കൊണ്ട് മൂക്കും വായും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടി വരുന്നു. ചിലർ ഛർദ്ദിക്കുന്നു. ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട്. എന്താണ് സംഭവമെന്നറിയാമോ? ആ വീട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു. വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. പോലീസ് വന്നു നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. അച്ഛനും അമ്മയും മരിച്ച് അഴുകിക്കിടക്കുന്നു. അച്ഛൻ മരിച്ചിട്ട് 30 ദിവസവും അമ്മ മരിച്ചിട്ട് 20 ദിവസവുമായത്രേ. കൂട്ടുകാരെ, ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേ ഉള്ളൂ. അയാൾ അമേരിക്കയിലാണത്രേ. വാർഷിക വരുമാനം 1 കോടിയോളം വരുമെന്നാണ് കേട്ടത്. എന്നാലും 2 ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ചു വളർത്തിയ പുന്നാര മകൻ മരണനേരത്ത് പുതയ്ക്കാൻ ആ മാതാപിതാക്കൾക്ക് 1 കോടി മുണ്ടുപോലും കൊടുത്തില്ല. സ്വന്തം കാര്യം സെറ്റായി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി. വാർദ്ധക്യം ബാധിച്ച് രോഗം വന്ന് അവശരായി സഹായത്തിനായി ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം. ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ അമ്മിഞ്ഞപ്പാലും അച്ഛൻ്റെ നെഞ്ചിൻ ചൂടും വാസനാ സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ചു കുളിപ്പിച്ച് വാത്സല്യത്തേനും ചക്കര ഉമ്മകളും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിഴികൾ നനച്ചിട്ടുണ്ടാകാം. വീട് ഇൻഡോറിലാണെങ്കിലും മകന്റെ ഹൃദയത്തിന്റെ ഔട്ട്ഡോറിലായിരുന്നു ആ അച്ഛനും അമ്മയും. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്ന് അഴുകിയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകന്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത്. എന്തായിരിക്കും അവസാനം വരെ അവർ ഓർത്തത്? എന്തായിരിക്കും ആ അച്ഛൻ്റെ അവസാനത്തെ വാക്കുകൾ? മരിച്ചു കിടക്കുന്ന ആ പാവമച്ഛൻ്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് മകനെ വിളിച്ച് കരഞ്ഞ് കരഞ്ഞ് മരിച്ചു വീഴുന്ന ഒരമ്മ. ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ. നാട്ടുകാരും പോലീസും വന്നപ്പോൾ 2 പേരുടെയും ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണു പൊത്തി കരഞ്ഞുപോയത്രേ. കൊച്ചേട്ടൻ്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്കൊന്ന് നോക്കാമോ? ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ? ഞാൻ എവിടെയെല്ലാം പോയാലും, എത്ര വലുതായാലും, ആരായി തീർന്നാലും, എത്ര വലിയ കോടീശ്വരനായാലും, എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാ മുഖത്ത് നോക്കി പറയാമോ? പ്രിയ കൂട്ടുകാരെ, ഈ ഒരു കാലം ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ രാക്ഷസ വാഴ്ചക്കാലമാണ്. ഉപയോഗമില്ലാത്തതിനെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനത്തിന് അടിമപ്പെടുന്നവരുടെ കാലമാണ്. അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ച് വളർത്തിയ മക്കളാണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഒരു ഉപയോഗവുമില്ല എന്ന് തോന്നുന്നത്. നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല. എത്ര അസൗകര്യമുണ്ടായാലും എത്ര നഷ്ടങ്ങളുണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യമാണ്. അത്തരത്തിലുള്ള സമ്പന്നരാകാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും. അങ്ങനെ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും സ്നേഹ സുഗന്ധം നിറയട്ടെ എന്നാശംസിക്കുന്നു. സ്വന്തം കൊച്ചേട്ടൻ.